പരിശുദ്ധമായ റമദാനിന്റെ പാപമോചനത്തിന്റെ ദിനരാത്രങ്ങൾ നമ്മിലേക്ക് കടന്നു വരികയാണ്. ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ മുഴുവനും റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറയേണ്ട ദിനങ്ങളാണ്. ജീവിതത്തിൽ എത്ര വലിയ പാപങ്ങൾ വന്നുപോയാലും അതെത്ര വലിയ ഗുരുതരമായ പാപമാവട്ടെ, അതെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞിട്ട് പശ്ചാത്തപിച്ചു മടങ്ങാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, കുല്ലു ബനീ ആദമ ഖത്താഉൻ വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ. പാപം ചെയ്യാത്തവരായി ആരുമില്ലല്ലോ, പാപം സംഭവിക്കാത്തവരായി ആരുമില്ലല്ലോ. ആദം സന്തതിയാണോ, ആദമിന്റെ സന്തതിയാണോ, അവന്റെ ജീവിതത്തിൽ പാപമുറപ്പാണ്, പാപമുറപ്പാണ്. പിന്നെ ആരാണ് ഏറ്റവും ഉത്തമനാരെന്നറിയുമോ? ഖൈറുൽ ഖത്താഇന തവ്വാബൂൻ. ഒന്നുപോയ പാപങ്ങൾ ഒരു നാണവുമില്ലാതെ റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറയണം. അതെത്ര വലിയ ഗുരുതരമായ പാപമാണെങ്കിലും റബ്ബിനോട് പറയണം. എന്നിട്ട് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പാപമോചനം തേടുന്നവരാരുണ്ടോ അവരാണ് ഏറ്റവും ഉത്തമന്മാരെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, വന്നുപോയ പാപങ്ങളുടെ പേരിൽ നിരാശരാവേണ്ടതില്ല. വന്നുപോയ പാപങ്ങളുടെ പേരിൽ എല്ലാം അവസാനിച്ചെന്ന് വിചാരിക്കണ്ട. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹ് പറയുകയാണ്, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ പ്രയാസപ്പെടണ്ട, നിങ്ങൾ നിരാശരാവേണ്ടതില്ല. വന്നുപോയ പാപങ്ങളുടെ പേരിൽ നിങ്ങൾ നിരാശരായി പോവല്ലേ. പടച്ചതമ്പുരാന്റെ കാരുണ്യത്തിൽ നിങ്ങൾ പ്രതീക്ഷ വെക്കണേ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ. എത്ര വലിയ പാപവും അല്ലാഹു പുറത്തു തരുന്നവനാണ്. ഈ ഭൂമി ലോകത്തുള്ള മണൽത്തരികൾക്ക് സമാനമായ പാപമാണെങ്കിലും അല്ലാഹു പുറത്തു തരുന്നതാണ്, അല്ലാഹു പുറത്തു തരുന്നതാണ്. നിന്റെ പാപം ആകാശം മുട്ട ഉയർന്നു കഴിഞ്ഞാലും ഈ ഭൂമി ലോകം മുഴുവനും നിറയുന്ന രീതിയിലുള്ള ഭീകരമായ പാപങ്ങളാണെങ്കിലും ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ. അല്ലാഹു പുറത്തു തരുമടോ. അല്ലാഹു നിന്നോട് ചോദിക്കുകയാണ്, എന്തേ നീ എന്നോട് പാപമോചനം തേടുന്നില്ല? ഓരോ രാത്രിയിലും അല്ലാഹു ഒന്നാം ആകാശത്ത് വന്ന് വിശ്വാസ സമൂഹത്തെ ക്ഷണിക്കുകയാണ്. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ, എന്നോട് പാപമോചനം തേടാനുള്ളവരാരാണ്? വന്നുപോയ ജീവിതത്തിലെ പാപങ്ങൾ എന്നോട് പറയാൻ തയ്യാറുള്ളവരാരാണ്? അവനക്ക് ഞാൻ അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാ. പകലിൽ സംഭവിച്ച പാപങ്ങൾ അല്ലാഹു രാത്രിയിൽ പുറത്തു തരാൻ തയ്യാറാണ്. രാത്രിയിൽ വന്നുപോയ പാപങ്ങൾ പകലിൽ പുറത്തു തരാൻ അല്ലാഹു തയ്യാറാണ്. ഓരോ ദിവസവും എല്ലാ രാത്രിയിലും ഒന്നാം ആകാശത്ത് വന്ന വിശ്വാസികളോടല്ല ചോദിക്കുകയാ, എന്തേ നീ പാപമോചനം തേടുന്നില്ല? നിനക്ക് പാപമോചനം തരാൻ ഞാൻ തയ്യാറാണ്. അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക് നിങ്ങൾ കോടിയെടുക്കുവാൻ കഴിയുമോ? സാബിഖൂ ഇലാ മഗ്ഫിറ. പരമാവധി വേഗത്തിലെ പാപമോചനം നിങ്ങൾ ചോദിക്കണേ. അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ അമാദിക്കല്ലേ. പിന്നെയാവട്ടെ നാളെയാവട്ടെ എന്നുള്ള ചിന്ത വരാൻ പാടില്ല. എത്രയും പെട്ടെന്ന് റബ്ബിനോട് പശ്ചാത്തപിച്ചു മടങ്ങണം. ഓ അല്ലാഹു യദൂ ഇലൽ ജന്നതി വൽ മഗ്ഫിറതി ബിഇദ്നി. അല്ലാഹു എവിടേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നതെന്നറിയുമോ? എവിടേക്കാണ് റബ്ബ് നിങ്ങളെ ക്ഷണിക്കുന്നതെന്നറിയുമോ? പരിശുദ്ധമായ സ്വർഗ്ഗലോകത്തിലേക്കാണ്. സുന്ദരമായ സുഖസൗഖ്യങ്ങളുടെ സംഗമഭൂമിയായ സ്വർഗ്ഗലോകത്തിലേക്കാണ് റബ്ബ് നിന്നെ ക്ഷണിക്കുന്നത്. വൽ മഗ്ഫിറ. നിന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളും അല്ലാഹു പുറത്തു തരാൻ തയ്യാറാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമദാനിന്റെ മഗ്ഫിറത്തിന്റെ ദിനരാത്രങ്ങൾ കടന്നു വരികയാ. എത്ര വലിയ പാപം വന്നു പോയിട്ടുണ്ടെങ്കിലും, എത്ര വലിയ പാപമാണ് ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളതെങ്കിലും അതെല്ലാം അല്ലാഹുവിനോട് ഏറ്റുപറയണം. പടച്ചതമ്പുരാന് മുമ്പിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി എല്ലാവരും നിദ്രയുടെ കരിമ്പടം പുതച്ചു സുഖമായി കിനാവ് കണ്ടുറങ്ങുമ്പോ രാത്രിയുടെ
അന്ത്യാമങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് 2 റക്അത്ത് നമസ്കരിച്ച് അള്ളാന്റെ മുമ്പിൽ സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയണം, അല്ലാഹ് ജീവിതത്തിൽ പാപങ്ങൾ വന്നുപോയി തമ്പുരാന്, എണ്ണിയാലൊടുങ്ങാത്ത പാപങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോയി നാഥാ, നിന്റെ മുമ്പിലല്ലാതെ പറയാൻ ആരുമില്ല അല്ലാഹ്, നീ അല്ലാതെ പാപമോചനം തരാൻ ആരുമില്ല തമ്പുരാന്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, പരിശുദ്ധമായ റമളാൻ കടന്നു വന്നിട്ട് ഒരുവന്റെ പാപം പൊറുക്കപ്പെട്ടില്ല എങ്കിൽ അവനേക്കാൾ വലിയ നഷ്ടവാളി വേറെയില്ല, അവനേക്കാൾ വലിയ നഷ്ടവാളി വേറെയില്ല. ഒരു ദിവസം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന പള്ളിയിൽ സഹാബത്ത് മുഴുവനുമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അതാ പ്രഭാഷണത്തിനു വേണ്ടി ഖുതുബയ്ക്ക് വേണ്ടി മിമ്പറിലോട്ട് കയറുകയാണ്. മദീന പള്ളിയുടെ മിമ്പറിന്റെ 1ാമത്തെ പടിയിൽ കാലെടുത്ത് വെക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ആമീൻ. 2ാമത്തെ പടിയിലോട്ട് കാലെടുത്ത് വെക്കുമ്പോഴും പ്രവാചകനും പറയുകയാണ് ആമീൻ. 3ാമത്തെ പടിയിലോട്ട് കാലെടുത്ത് വെച്ചപ്പോഴും റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു ആമീൻ. സഹാബത്ത് അത്ഭുതപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഖുതുബ കഴിഞ്ഞ് താഴെ ഇറങ്ങി. സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഇതേവരെ അങ്ങയിൽ നിന്ന് കണ്ടിട്ടില്ലാത്ത പതിവിന് വിപരീതമായ ഒരു പ്രവൃത്തിയാണല്ലോ റസൂലേ അങ്ങ് പ്രവർത്തിച്ചത്. മിമ്പറിന്റെ 1ാമത്തെ പടിയിലോട്ട് അങ്ങ് റിസാലത്തിന്റെ പാദങ്ങൾ ചവിട്ടിയപ്പോ അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് പറഞ്ഞുവല്ലോ ആമീൻ. അങ്ങനെ 3 പടിയിൽ കാലെടുത്തു വെച്ചപ്പോഴും അങ്ങ് ആമീൻ പറഞ്ഞുവല്ലോ നബിയേ. അതിന്റെ കാരണം എന്താണ് യാ റസൂലല്ലാഹ്? ഹബീബായ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ മറുപടി പറയുകയാണ്, സഹാബാ, മിമ്പറിന്റെ 1ാമത്തെ പടിയിലോട്ട് കാലെടുത്ത് വെക്കുമ്പോ എന്റെ അടുക്കലേക്ക് മഹാനായ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു സഹാബത്ത്. എന്നിട്ട് എന്റെ ചാരത്തു നിന്ന് ജിബ്രീൽ തങ്ങൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ്, മൻ അദ്റക റമളാൻ വലം യുഗ്ഫർ ലഹു. അല്ലാഹുവിനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു സഹാബ. എന്റെ ചാരത്ത് നിന്നിട്ട് ദുആ ചെയ്യുകയാണ്, മൻ അദ്റക റമളാൻ. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വന്നിട്ട് പുണ്യങ്ങളുടെ പൂക്കാലമായ മഗ്ഫിറത്തിന്റെ റഹ്മത്തിന്റെ ഇത്ഖും മിനന്നാറിന്റെ സുന്ദരമായ സുദിനങ്ങളായ പരിശുദ്ധമായ റമളാൻ മാസം ഒരുവന്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നിട്ട് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടില്ലെങ്കിൽ അവൻ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നും വിദൂരമാവട്ടെ, അല്ലാഹുവേ നിന്റെ ശാപം അവനിൽ ഉണ്ടാവണേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്തു സഹാബ. ആ ദുആയിക്കാണ് ഞാൻ ആമീൻ പറഞ്ഞതെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റമളാനാണ്, റമളാനിലൂടെയാണ് നാം കടന്നു പോകുക. ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞിട്ട് പശ്ചാത്തപിച്ച് പശ്ചാത്താപം നേടാൻ, മഗ്ഫിറത്ത് നേടാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത ദുആയുണ്ടല്ലോ, ശാപത്തിനു വേണ്ടിയുള്ള ദുആയുണ്ടല്ലോ, ഹബീബായ പ്രവാചകൻ പറഞ്ഞ ആമീനുണ്ടല്ലോ, അത് നമ്മളിൽ ബലിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചെയ്ത ദുആ ബലിക്കുകയാണ്. അഥവാ റമളാനിൽ നിന്നും മഗ്ഫിറത്ത് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ ഹതഭാഗ്യവാന്മാർ വേറെയില്ല. അതുകൊണ്ട് പടച്ച തമ്പുരാന്റെ മുമ്പിൽ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെല്ലാം ഏറ്റുപറയ്. പരിശുദ്ധമായ മഗ്ഫിറത്തിന്റെ രാവുകളാണ്. ഒരു ദിവസം പോലും പാഴാക്കാതെ, ഒരു നിമിഷം പോലും പാഴാക്കാതെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഇടയത്താഴത്തിന്റെ സമയത്ത് എഴുന്നേൽക്കണം. എന്നിട്ട് റബ്ബിന്റെ മുമ്പിൽ 2 റക്അത്ത് നമസ്കരിച്ച് മുസല്ലയിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണുനീര് വാർത്തുകൊണ്ട് ദുആ ചെയ്യണമല്ലാഹ്.
ജീവിതത്തിൽ പാപങ്ങൾ ധാരാളം സംഭവിച്ചു പോയി തമ്പുരാന്. എണ്ണിയാലുടങ്ങാത്ത പാപങ്ങൾ ജീവിതത്തിൽ വന്നുപോയി നാഥ. അറിവില്ലായ്മയുടെ പേരിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പിശാചിന്റെ പ്രേരണകൾക്ക് വഴങ്ങി എണ്ണിയാലുടങ്ങാത്ത ജീവിതത്തിൽ പാപങ്ങൾ ഈ കുറഞ്ഞ ആയുസിന്റെ ഉള്ളിൽ വന്നുപോയി നാഥ. എല്ലാം നിന്റെ മുമ്പിൽ സമ്മതിക്കുകയാണ്, എല്ലാം നിന്നോട് ഏറ്റുപറയുകയാണ്. നീയല്ലാതെ പുറത്തു തരാൻ ആരുമില്ല, നീയല്ലാതെ മഗ്ഫിറത്ത് തരാൻ ആരുമില്ല, നീയല്ലാതെ ഗഫൂറില്ല, നീയല്ലാതെ റഹ്മാനില്ല, നീയല്ലാതെ റഹീമുമില്ല, നീയല്ലാതെ പാപം പുറത്തു തരാൻ ആരുമില്ല തമ്പുരാന്. പഹാഡ് ജൈസി മേരി ഖതായേ മഗർ ബഹുത് ഹേ തേരി അതായേ മാഫ് കർനാ ശിആർ തേരാ മുझे खुदाया माफ कर दे. പടച്ചവനെ, പർവ്വത സമാനമായ പാപങ്ങൾക്ക് ഉടമയാണ് ഞാൻ, പർവ്വത സമാനമായ പാപഭാരങ്ങളും പേറി നടക്കുന്നവനാണ് ഞാൻ. നീ അതിനേക്കാൾ വലിയ മഗ്ഫിറത്തിന്റെ ഉടമയാണ് എന്നതാണ് എന്റെ പ്രതീക്ഷ. മാഫ് കർനാ ശിആർ തേരാ. പാപങ്ങൾക്ക് മാപ്പ് കൊടുക്കൽ നിന്റെ അടയാളമാണ്, പാപങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ നിനക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് റബ്ബേ, എന്റെ പാപങ്ങളെല്ലാം നീ പുറത്തു തരണയല്ലാ എന്ന് റബ്ബിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്യണം. അതിനുള്ള രാവുകളാണ് കടന്നു വരുന്നത്. ഒരിക്കലും അവസരം പാഴാക്കാൻ പാടില്ല. അങ്ങനെ ഈ റമളാനിലൂടെ പാപമോചനം തേടി റമളാൻ മുഖേന വിജയിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരായി നമ്മൾ മാറണം. അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ.